ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അപ്പത്തിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ഇടിയപ്പത്തിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് മോളിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കിച്ചണിൽ പോകാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ആവോലി ഫിഷാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ദേഷ്യമുള്ള ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം ലെമൺ ജ്യൂസ്. അതിനു പകരം വിനാഗിരി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മീനിനകത്തോട്ടെല്ലാം നല്ലതുപോലെ ഒന്ന് തേച്ചു കൊടുക്കാം. ലൈറ്റ് ആയിട്ട് തേച്ചു കൊടുത്താൽ മതി. ഒത്തിരി മസാല നമ്മൾ ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ഒന്ന് തേച്ചെടുക്കുക. അതിനുശേഷം ഒരു 1/2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പൊ ഞാൻ എല്ലാം മസാല തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പൊ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ച് അതിനകത്ത് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന ഫിഷ് നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി ഫ്രൈ ചെയ്തെടുക്കണ്ട, ഒന്ന് ലൈറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിത് നീളത്തിലാണ് കട്ട് ചെയ്തത്. വളരെ ഞാൻ കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ നിങ്ങൾ ക്യൂബില് സൈസിലോ ഏത് സൈസ് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അടുത്ത സൈഡോട് ഒന്നായി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി കേട്ടോ. ഒത്തിരി അങ്ങ് ഡീപ്പായിട്ട് ഫ്രൈ ആവണ്ട. ഇപ്പൊ ഇത് 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. ഈ എണ്ണയിൽ തന്നെയാണ് ഞാൻ അടുത്ത മസാല റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് കുറച്ച് കൂടുതലാണ് കേട്ടോ. ഞാൻ കുറച്ച് ഓയിലൊന്ന് മാറ്റി വെക്കുകയാണ്. ഞാൻ കുറച്ച് ഓയിലൊക്കെ ഒന്ന് മാറ്റി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി 1 ടീസ്പൂണോളം ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തു. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കളറൊക്കെ ഒന്ന് ചേഞ്ചായി പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അതിനകത്തോട്ട് ഞാനൊരു 3 പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പച്ചമുളകും കുരുമുളകും കൂടിയാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഒരു 3 പച്ചമുളക് കൂടെ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു സവാള അരിഞ്ഞതാണ് കേട്ടോ, നീളത്തിൽ അരിഞ്ഞതാണ്. ഒരു മീഡിയം ടൈപ്പ് സവാളയും കൂടെ മീഡിയത്തിൽ അരിഞ്ഞ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നല്ലതുപോലെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഒന്ന് ട്രാൻസ്പെറന്റ് കളർ ആയാൽ മതി കേട്ടോ. അപ്പൊ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പൊ ഇത് പച്ചമണമൊക്കെ മാറി കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ആ സമയത്തിന് നമുക്ക് ഇതിനകത്തോട്ട് ഒരു മീഡിയം ടൈപ്പ് തക്കാളിയും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി ഇതൊക്കെ ഒന്ന് ഉടഞ്ഞ് ഇതുപോലെ വരണം. അപ്പൊ ഇതൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. വൈറ്റ് ആയിട്ട് ആ കളർ വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് മാത്രം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അവസാനം നമുക്ക് വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഇതിന്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് രണ്ടാം പാല് ഒരു തേങ്ങ പിഴിഞ്ഞെടുത്തതിന്റെ രണ്ടാം പാലാണ്. ഒന്നാം പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടാം പാല് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ മീനിനകത്ത് ഉപ്പുണ്ട്. അപ്പൊ ഉപ്പും കൂടെ ഇതിനകത്ത് ഇറങ്ങി വരുമ്പോഴത്തേക്ക് കറക്റ്റ് ചിലപ്പോൾ ആയി വരും. അപ്പൊ അവസാനം നമ്മളൊന്ന് നോക്കിയിട്ട് ഒന്നാം പാല് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റോളം ഇതിങ്ങനെ തന്നെ ഇരുന്ന് പറ്റി വരട്ടെ. വെള്ളമൊക്കെ ഒന്ന് പറ്റി കുറുകി വരുമ്പോഴത്തേക്ക് ഇതിപ്പം ഞാൻ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒന്നാം പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു തേങ്ങയുടെ ഒന്നാം പാലാണ് കേട്ടോ. അപ്പൊ അതും കൂടെ ആഡ് ചെയ്ത്, ഇത് ആഡ് ചെയ്താൽ പിന്നെ കുറെ നേരം ഇരിക്കേണ്ട ആവശ്യമില്ല. ആഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാനൊരു സെർവിംഗ് പാത്രത്തിലോട്ട് മാറ്റി. ഞാൻ ഇടിയപ്പത്തിന്റെ കൂടാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം. അതുവരെ ബൈ. ഹാവ് എ നൈസ് ഡേ.